ഉപഗ്രഹങ്ങളില്ലാത്ത ഗ്രഹങ്ങൾ ഏതൊക്കെ? ബുധൻ, ശുക്രൻ. ചുവന്ന ഗ്രഹം എന്നറിയപ്പെടുന്നത്? ചൊവ്വ. ഗ്രഹപദവി നഷ്ടപ്പെട്ട ഗ്രഹം? പ്ലൂട്ടോ. ബഹിരാകാശത്തെത്തിയ രാകേഷ് ശർമ്മ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിരുന്ന ഇന്ദിരാഗാന്ധിയോട് ഫോണിൽ പറഞ്ഞത് എന്താണ്? സാരേ ജഹാൻ സേ അച്ച. രാകേഷ് ശർമ്മയും കൽപ്പന ചൗളയും കൂടാതെ ബഹിരാകാശത്ത് പോയ ഇന്ത്യക്കാരി ആര്? സുനിത വില്യംസ്. ഭൂമിയുടെ ഭ്രമണം ഏത് ദിശയിലേക്കാണ്? പടിഞ്ഞാറ് നിന്ന് കിഴക്കോട്ട്. ചന്ദ്രനിലെ ആകാശത്തിന് കറുപ്പ് നിറമാകാൻ കാരണമെന്ത്? ചന്ദ്രനിൽ അന്തരീക്ഷം ഇല്ലാത്തതുകൊണ്ട്. ആദ്യമായി മനുഷ്യനെ ചന്ദ്രനിൽ എത്തിച്ച രാജ്യം? അമേരിക്ക. നേപ്പാളിൻ്റെ ആദ്യത്തെ ഉപഗ്രഹത്തിൻ്റെ പേര് എന്താണ്? നേപ്പാളി സാറ്റ് 1. ശ്രീലങ്കയുടെ ആദ്യത്തെ ഉപഗ്രഹം ഏതാണ്? രാവണ 1. ഭൂമിക്ക് ചുറ്റും ഒരു പ്രദക്ഷിണം പൂർത്തിയാക്കുവാൻ ചന്ദ്രന് ആവശ്യമായ സമയം എത്രയാണ്? 27.32 ഭൗമദിനങ്ങൾ. 2003 ഇന്ത്യ ചാന്ദ്രദൗത്യം പ്രഖ്യാപിച്ചു. ഇതിൻ്റെ ആദ്യ പേര് എന്തായിരുന്നു? സോമയാൻ. നാസയുടെ പൂർണ്ണരൂപം എന്ത്? നാഷണൽ എയറോനോട്ടിക്സ് ആൻഡ് സ്പേസ് അഡ്മിനിസ്ട്രേഷൻ. ഇന്ത്യൻ ബാലിസ്റ്റിക് മിസൈലായ അഗ്നിയുടെ പിന്നിൽ പ്രവർത്തിച്ച പ്രധാന ശാസ്ത്രജ്ഞൻ? ഡോക്ടർ APJ അബ്ദുൽ കലാം. ഇന്ത്യയുടെ ബഹിരാകാശ ദൗത്യത്തിൻ്റെ പേര് എന്താണ്? ഗഗൻയാൻ. ബഹിരാകാശത്ത് പോയി സുരക്ഷിതമായി തിരിച്ചെത്തിയ ആദ്യ ജീവികൾ ഏതൊക്കെ? ബെൽക്ക, സ്ട്രെൽക്ക എന്നീ നായകൾ. ചന്ദ്രനിൽ ധാരാളമായി കാണപ്പെടുന്ന മൂലകം ഏതാണ്? സിലിക്കൺ. ചന്ദ്രഗ്രഹണം സംഭവിക്കുന്നത് കറുത്ത വാവുദിനങ്ങളിലാണ്. ശരിയോ തെറ്റോ? തെറ്റ്. വെളുത്ത വാവു ദിവസങ്ങളിൽ. ഡയമണ്ട് റിങ് എന്ന പ്രതിഭാസം എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? സൂര്യഗ്രഹണം. ഇന്ത്യ വിക്ഷേപിച്ച ഏറ്റവും ഭാരം കുറഞ്ഞ ഉപഗ്രഹം ഏതാണ്? കലാം സാറ്റ്. സൂര്യൻ്റെ ദൃശ്യമായ ഭാഗത്തിന് പറയുന്ന പേര്? ഫോട്ടോസ്ഫിയർ. ബഹിരാകാശത്ത് നടന്ന ആദ്യ വ്യക്തി ആരാണ്? അലക്സി ലിയനോവ്. 1986 വിക്ഷേപിച്ച ചലഞ്ചർ ബഹിരാകാശ പേടക ദുരന്തത്തിൽ മരിച്ച സ്കൂൾ ടീച്ചറുടെ പേര്? ക്രിസ്റ്റ മിക്കാലിഫ്. ലൂണാർ എന്ന വാക്കിൻ്റെ അർത്ഥം എന്താണ്? ചന്ദ്രൻ.